മസ്കറ്റ് സീബിലെ ഫിഷ് മാർക്കറ്റിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. സോ നമുക്ക് പോകാം. സോ റോഡെല്ലാം നല്ല തിരക്കാണ്. ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. എല്ലാവർക്കും ഡ്യൂട്ടി ലീവുള്ളൊരു ദിവസമാണിന്ന്. നാട്ടിൽ പണ്ടുകാലത്തെ ചന്തയുടെ സാമ്യമുണ്ട് ഇവിടുത്തെ കച്ചവടങ്ങൾ കാണാൻ. റോഡരികിൽ തന്നെ വാഴത്തൈകളും അതുപോലെ കുറേ തൈകൾ നമ്മൾക്ക് വിൽക്കുന്നത് കാണാൻ കഴിയും. കുറച്ചുകൂടെ മുൻപിലേക്ക് പോകുമ്പോൾ നമ്മൾക്ക് പ്രാവുകളെ വിൽക്കുന്നതും വാങ്ങുന്നതും കാണാൻ കഴിയും. കണ്ടില്ലേ ഗൈസ്, റഹ്മാനി ഒരു കൂട്ടിൽ കുറേ പ്രാവുകളെ വാങ്ങി വരുന്നത്. ഇവരെന്തിനാണാവേ ഇത്രയും കുറേ പ്രാവുകളെ വാങ്ങുന്നത്? ആർക്കെങ്കിലും അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യണേ. വാങ്ങിയാലോ? ഇവിടെ മട്ടനും ചിക്കനും ബീഫും എല്ലാം നല്ല ഫ്രഷ് സാധനങ്ങൾ വിലക്കുറവിൽ കിട്ടും. അതുകൊണ്ടാണ് ആളുകൾ എല്ലാവരും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങുന്നത്. സീബ് എന്ന് പറയുന്ന ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കടലിൻ്റെ തീരത്താണ്. അങ്ങനെ നമ്മുടെ ഫിഷ് മാർക്കറ്റിലേക്കുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. കണ്ടില്ലേ ഗൈസ്, കുറേ ബോട്ടുകൾ അവിടെ നിർത്തിയിട്ടിരിക്കുന്നത്. ഇതൊക്കെ മീൻ പിടിക്കാൻ പോകുന്ന ബോട്ടുകളാണ് കേട്ടോ. വാഴപ്പഴം പോലത്തെ സോ നമ്മൾ അങ്ങനെ ഫിഷ് മാർക്കറ്റിൻ്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഞങ്ങളങ്ങനെ ഒരു പാർക്കിംഗ് സ്പേസ് വേണ്ടി തിരഞ്ഞു പോവുകയാണ്. സോ ഞങ്ങളിവിടെ ഒരു ഭാഗത്ത് വണ്ടി നിർത്തി. കണ്ടോ ഗായ്സ്, റേഞ്ചർ റോവർ. ഈ ട്രക്കുകളാണ് ഈ മീനുകൾ വിവിധ സ്ഥലങ്ങളിലേക്ക് എത്തിച്ചു കൊടുക്കുന്നത്. സോ ഇതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. വലുതും ചെറുതുമായ പലതരം മീനുകൾ ഇവിടെ ഉണ്ട്. ഫസ്റ്റ് നമ്മൾ കയറി ചെന്നപ്പോൾ ഒരു കേദാർ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അത് ഏകദേശം ഒരു 10-40 കിലോ ഉണ്ടാവും. അത് വെറും ചൂണ്ടയിലാണ് പിടിച്ചിരിക്കുന്നത്. അതിൻ്റെ വായിൽ തന്നെ മീൻ പിടിക്കാനുള്ള കൊക്കിയൊക്കെ കുരുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. ഇത് കക്കയാണ് കേട്ടോ. ഇത് ഉണക്കമീൻ മുളകും ഉപ്പൊക്കെ തേച്ച് വെച്ചതാണ്. പല ബക്കറ്റിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മുടെ അയില, നത്തോലി, അതേപോലെ ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ കൊമ്പമീൻ എന്ന് പറയുന്നു. പേരറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇതൊന്നും കണ്ടിട്ട് എനിക്ക് ഫ്രഷാണെന്ന് തോന്നുന്നില്ല. ഇതൊക്കെ ഫ്രഷ് ഐറ്റംസാണ്. നത്തോലി, അയില, മത്തി, ചൂര, അങ്ങനെ കുറേ മീനുകളുണ്ട്. كيلو ريال كم واحد
ഇങ്ങോട്ടേക്കൊന്നും മീനുകൾ എത്തിയിട്ടില്ല തോന്നണു. അതേപോലെ കച്ചവടക്കാരും ഫ്രണ്ടിൽ തന്നെയാണ് കുറേ ആൾക്കാരൊക്കെ ഉള്ളത്. ഇതൊക്കെ ടൂണേൻ്റെ സെക്ഷനാണ് കേട്ടോ. ഞാനൊരു ഷാർക്കിനെ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ മീനുകളൊക്കെ കണ്ടു. സോ ഇതാണ് നമ്മുടെ ഷാർക്ക്. ഇതിന് മുമ്പത്തെ പ്രാവശ്യം ഞാൻ ഇവിടെ വന്നപ്പോൾ ഹാമർ ഷാർക്കിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ യൂട്യൂബിലിട്ടുണ്ട്, കാണാത്തവർക്ക് കാണാം. നമ്മുടെ കൂന്തലാണ് കേട്ടോ. ഇതാ ഹമൂറ്, ചെറിയ ഹമൂറാണ് തോന്നുന്നു. ഇതാ അടുത്ത ഷാർക്ക്. ഇവിടെ കുറേ കൂന്തലുണ്ട് കേട്ടോ. അവിടെ കുറച്ച് എന്നുണ്ടെങ്കിൽ ഇവിടെ കുറേ ഉണ്ട്. വെറുതെ പറഞ്ഞത് ഗൈസ്, അതിൻ്റെ കുട്ടികളൊന്നും നല്ല ഈ ഷാർക്കോൾ. ഇത് വേറെ ഷാർക്കോളിനെ പിടിച്ചതാണ്. ഇവിടെ ഞണ്ടുണ്ട്, അതേപോലെ ഫ്രഷ് ആയിട്ട് പിടിച്ച മീനുകളെ അവിടെ ഇടുന്നുണ്ട്. ഇതൊക്കെ ടൂണയാണ് കേട്ടോ ഗൈസ്. ഫ്രഷ് മീനുകൾ പിടിച്ചിടുന്നു. അതിൻ്റെ ഡവറ കണ്ടില്ലേ? ഇവിടെ വലിയ ടൂണകളുണ്ട്. ഇതൊക്കെ ചൂണ്ടയിൽ പിടിക്കണം. അതാ പറയുമ്പോഴാണ് അത്ഭുതം. കാരണം 40 കിലോ ഇല്ലേ, അതൊക്കെ എങ്ങനെ ഒരു മനുഷ്യൻ പൊക്കി ഇടുക എന്നാണ്. എന്തായാലും ഒരു മനുഷ്യനെയും കൊണ്ട് പറ്റില്ല. ഈ ഒരു വഴി മൊത്തം കച്ചവടക്കാരാണ് കേട്ടോ. സോ ഇതാണ് നമ്മുടെ ഫിഷ് മാർക്കറ്റ്. സോ ഫിഷ് മാർക്കറ്റിൻ്റെ അപ്പുറത്ത് തലയും അതേപോലെ ഇറച്ചിയൊക്കെ വെട്ടി നിറക്കി തരുന്ന ഒരു സ്ഥലമുണ്ട്. സോ ഈ സ്ഥലത്താണ് നമ്മൾ വന്നത്. ഫിഷ് മാർക്കറ്റിന് നേരെ ഓപ്പോസിറ്റാണ് കേട്ടോ. കുതിരപ്പന്തിയും കാര്യങ്ങളൊക്കെയാണ്. ഒരാളുടെ ക്യാമറേൻ്റെ മുമ്പിൽ എന്തൊക്കെ കാണിക്കുന്നുണ്ട്. സോ അതാണ് ഞാൻ പറഞ്ഞ സ്ഥലം. തല അതേപോലെ ഇറച്ചി അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ വെട്ടി നല്ലപോലെ ഫ്രഷ് ആയിട്ടുള്ള സാധനം കൊടുക്കുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മീൻമാനാണ് ഗൈസ്. ഞാൻ വീഡിയോ ഒക്കെ കണ്ടിട്ട് ഒരു തലയ്ക്ക് 1 റിയാൽ വീതം എടുത്തോ പറഞ്ഞു. വെട്ടി നന്നാക്കി തരികയാണെങ്കിൽ 2 റിയാൽ എന്ന്. എന്തായാലും കച്ചവടം. നിങ്ങളുടെ വേസ്റ്റ് മൊത്തം ഒരു ഡപ്പയിലാക്കി കൊണ്ടുപോവാണ് ചെയ്യുന്നത്. കണ്ടില്ലേ, മീനുകളെ കൊണ്ടുവരാനും വേസ്റ്റ് കൊണ്ട് കളയാനുള്ള ഒരു വണ്ടിയാണ് ഇത്. അതുപോലെ ഫുള്ള് തല അങ്ങനെ വെട്ടി നിരത്തി വെച്ചേക്കാണ്. കണ്ടില്ലേ, വേസ്റ്റൊക്കെ ഇവരിങ്ങനെ വെച്ചിട്ട് എന്താ ചെയ്യുന്നത് എന്താ അറിയില്ല. അവിടെ ഒരു ഹോളുണ്ട്. മിക്കവാറും അതിൽ കൂടെ പുറത്തേക്ക് തള്ളി കളയുണ്ടാവും എന്നാണ് എൻ്റെ ഒരു നിഗമനം. തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാരൊക്കെ എൻ്റെ വീഡിയോന് സപ്പോർട്ടായിരുന്നു ഗൈസ്. കണ്ടില്ലേ, അവരെന്തോ ഒരു സാധനം വെച്ചിട്ട് മീനിൻ്റെ ചെളുക്ക് കളയുന്നത്. എന്ത് സാധനമാണെന്നൊന്നും എനിക്കറിയില്ല. നമ്മൾ കത്തി വെച്ചിട്ട് ചെയ്യും. അങ്ങനത്തെ ഒരു സാധനം നമ്മുടെ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ എന്ത് സുഖമായിട്ട് നമുക്ക് ചെളുക്ക് കളയാം. കണ്ടില്ലേ, ടൂണ അരിഞ്ഞ് വെച്ചത്. സോ ഞങ്ങളങ്ങനെ അവിടെ നിന്നൊരു തല മേടിച്ച് ഇറങ്ങി. സോ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.